ഞായറാഴ്ച ദിവസം എല്ലാവരും കറങ്ങാനൊക്കെ എല്ലാവരും വെളിയിലൊക്കെ കറങ്ങാൻ പോകില്ലേ? നമുക്കങ്ങനെ കറങ്ങാൻ പോക്കൊന്നും ഇല്ല കേട്ടോ. ഞായറാഴ്ച ദിവസം ഉണ്ടെങ്കിൽ ഒന്നുകിൽ ഇതുപോലെ മിക്കപ്പോഴും ഇതുപോലെ പെരേടത്തിലായിരിക്കും. മൊത്തവും വൃത്തിയാക്കി എന്തെങ്കിലും പച്ചക്കറിയോ എന്തെങ്കിലുമൊക്കെ കൃഷിയോ ഒക്കെ ചെയ്യാനുണ്ടെങ്കിൽ അതെല്ലാം ചെയ്യും. ഇന്ന് ഇവിടെ പെരേടത്ത് കുറേ പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അല്ല, നമ്മൾ കൃഷി ചെയ്യാൻ നേരത്ത് ചാക്കൊക്കെ കട്ട് ചെയ്ത് കവർ ചെയ്യുമല്ലേ, കോഴിയൊക്കെ ചെതയാതിരിക്കാൻ വേണ്ടി. അപ്പം പഴയത് കുറേ ചാക്കെല്ലാം കിടന്നത് അതെല്ലാം വാരി ഒതുക്കി വൃത്തിയാക്കി. പിന്നെ കുറച്ച് പഴയ തുണിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, കീറി പറഞ്ഞതൊക്കെ അതെല്ലാം വാരിയിട്ട് തീയൊക്കെ തീയിട്ടപ്പോൾ നിങ്ങളായിരിക്കും കരിയില തീയിട്ടൂടല്ലോ എന്ന്. കരിയില തീയിടുകയല്ല നമ്മൾ ചെയ്യുന്നത്, വേസ്റ്റാണ് തീയിട്ടിരിക്കുന്നത്. പ്ലാസ്റ്റിക്കും അല്ല തീയിട്ട്. പ്ലാസ്റ്റിക് നമ്മൾ ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ കരിയില ഉണ്ട് അതാ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇത് നമ്മൾ കമ്പോസ്റ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കൂട്ടിയിട്ടിരിക്കുന്നത്. ഇതിങ്ങനെ ഇവിടെ കിടന്ന് കഴിയുമ്പോഴത്തേക്ക് കുറേ നാൾ കഴിയുമ്പോൾ ഇത് അങ്ങ് ഉണങ്ങി പൊടിഞ്ഞ് നല്ല കറുത്ത വളമായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അത് നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കും. അതുകൊണ്ട് നമ്മൾ കരിയില അങ്ങനെ വാരി തീയിടാറില്ല. പിന്നെ അതായതുണ്ട് ഇവർക്ക് ഇതുപോലെ ചെതഞ്ഞ് കഴിക്കാൻ ഇതിൻ്റെ ഇടയിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടും, മണ്ണിര അങ്ങനെ എന്തെങ്കിലുമൊക്കെ. ഇതിങ്ങനെ കൂട്ടിയിടുമ്പോൾ അടിയിലിങ്ങനെ വളമായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അപ്പോൾ അവിടെ പുഴുക്കളൊക്കെ കാണും, അത് കിട്ടും. പിന്നെ കുറച്ച് പേർക്ക് ചിലർക്ക് ഇങ്ങനെ ഇവിടെ തണുപ്പ് കിട്ടാൻ വേണ്ടി വന്നാൽ കരിയിലയിൽ പമ്മി ഇരിക്കാൻ പറ്റും. പിന്നെ ഒരു കുഴപ്പമുണ്ട്, ഇതിൻ്റെ ഇടയിൽ താറാവ് വന്ന് മുട്ടയിട്ടിട്ട് പോവും, നമ്മളറിയത്തില്ല. അപ്പോൾ നമ്മൾ കുട്ടന്മാരൊക്കെ കുട്ടികളൊക്കെ ഇവിടെ ഉണ്ട്. ജാക്കിച്ചാൻ, പൈറ്റമ്മ, ഹീറോ, ജിമ്മിക്കുട്ടൻ, ജാനുപ്പെണ്ണ്, ഇനി ഒരാളവിടെ കീക്കു. എവിടെ കീക്കു? ഞാൻ മണിക്കുട്ടിയുടെ പേരൊക്കെ മാറ്റിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്ന പേരൊക്കെയാണ് ഞാൻ മണിക്കുട്ടിയെ വിളിക്കുന്നത്. ഇപ്പോൾ കിളിക്കുട്ടി എന്ന് വിളിക്കും, കിളിക്കുട്ടീനെ ഷോർട്ടാക്കി കീക്കു എന്ന് വിളിക്കും. അങ്ങനെ പല പല പേരുകളാണ് ഞാൻ എൻ്റെ മാൻകുട്ടീനെ വിളിക്കുന്നത്. മാൻകുട്ടീനെ ഇന്നലെ കൊണ്ടുപോയി ഒരു വാക്സിനും കൂടെ എടുത്തു. അവൾക്ക് അന്ന് വാക്സിൻ ഒന്ന് എടുത്തിട്ട് പിന്നെ വയ്യാത്തതുകൊണ്ട് എടുക്കാൻ പറ്റില്ല എന്ന് ഡോക്ടർ പറഞ്ഞായിരുന്നു. അപ്പോൾ ഇന്നലെ കൊണ്ടുപോയിട്ട് അവൾക്കുള്ള രണ്ടാമത്തെ വാക്സിനും എടുത്തു. അപ്പോൾ അവളെ വാക്സിൻ കംപ്ലീറ്റ് ആയി. ഇനിയിപ്പോൾ വിരയിളക്കാനുള്ള ഗുളിക നാളെ ചെല്ലാൻ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്, അത് തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതും കൂടെ കൊടുക്കുമ്പോഴത്തേക്ക് മണിക്കുട്ടിച്ചിനും കൂടെ ഹെൽത്തി ആവും. ഇല്ലേ കീക്കു? ഹായ് പറഞ്ഞ്. കീക്കുവിൻ്റെ ആൻറ്റിമാർ കുറേ ദിവസമായി കീക്കുവിനെ കണ്ടിട്ട്. വേണ്ട, അവളെടുത്ത് ഇരുന്നതിനാണ് ഇവൾ ഓടിക്കൊണ്ട് വന്നത്. നമുക്ക് ഇഷ്ടമല്ല, അവളെ മാത്രമേ നമ്മൾ സ്നേഹിക്കാവൂ. പിന്നെ 2 പേര് കൂട്ടിലാണ് കേട്ടോ, 2 ലേഡീസ് കൂട്ടിലാണ്. കാരണം വേറൊന്നുമല്ല, 2 പെൺപിള്ളേർ ഹീറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തുറന്നു വിടാൻ പറ്റത്തില്ല. ഇവന്മാരെ തുറന്നു വിടുമ്പോൾ ഇവർ 2നെ കൂട്ടിലാക്കും, തുമ്പിയും ചക്കിയും. അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് ഇപ്പം തുറന്നു വിടാത്തതിൻ്റെ ദേഷ്യമാണ് കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് പെരേടത്തിൽ നല്ല പണിയായിരുന്നു. അണ്ണെന്താ മരത്തിൻ്റെ മണ്ടയിലാണ്. നമ്മളിവിടെ ഈ ഒരു ഭാഗത്ത്, ഈ ഒരു കൂട് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഫുൾ നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു 4-5 ലൈറ്റെങ്കിലും വരും ഇല്ല എണ്ണ, പലയിടത്തായിട്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സന്ധ്യയൊക്കെ നമ്മൾ ഇവരെ കൂട്ടിൽ അടയ്ക്കാനും എടുക്കാനും ഒക്കെ വരുന്നതല്ലേ. അപ്പോൾ ഇവിടെ ഫുൾ ലൈറ്റ് എപ്പോഴും വേണമല്ലോ. അതുപോലെ തന്നെ നമ്മൾ ഈ അയ്യ എപ്പോഴും വൃത്തിയാക്കി തന്നെ ഇട്ടിരിക്കും. കാരണം ഇഴജന്തുക്കളൊന്നും ഇലയൊക്കെ കൂടിക്കിടന്നാലേ ഇഴജന്തുക്കളെയൊക്കെ അറിയാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളതെല്ലാം സൈഡിലൊക്കെ ഒതുക്കി പെരയുടെ എല്ലാം ഇങ്ങനെ വൃത്തിയാക്കി എപ്പോഴും ഇട്ടിരിക്കും, വൃത്തിയാക്കി. അതായത് ഇപ്പം പ്ലാസ്റ്റിക് എല്ലാം വാരി ചാക്കിൽ നിറച്ച് വെച്ചിരിക്കുകയാണ്. ഹരിതകർമ്മസേനയ്ക്ക് കൊടുക്കാനാണ്. പിന്നെ ഇപ്പോൾ ഒരു ബൾബ് കംപ്ലൈൻ്റായി. എല്ലാ മരങ്ങളിലാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത് ബൾബുകളെല്ലാം. ഒരു ബൾബ് കംപ്ലൈൻ്റായി, അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ കയറിയൊക്കെയാണ്. പിന്നെ ഒരെണ്ണം എന്താ ഇവിടെ ഈ ഒരു മരത്തിലാണ്, വഴിയിലിങ്ങനെ കയറി വരുന്നിടത്ത് ഇവിടെയും വെട്ടം വേണമല്ലോ. അപ്പോൾ ഇവിടെ ഒരു മരത്തിലും ബൾബ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതും കംപ്ലൈൻ്റായി. അപ്പോൾ ഇന്ന് അതിൻ്റെയൊക്കെ പണിയാണ്. ഹെൽപ്പർമാരെ പോലെ കുറച്ച് പേര് ഇവിടെ ഇങ്ങനെ ഓടിച്ചാടിയൊക്കെ നടപ്പുണ്ട്. പക്ഷെ പ്രയോജനമൊന്നുമില്ല, ഇതിന് പുറക്കെ കിടക്കാന്നേ ഉള്ളു. പാവം. അതെന്തോ എടുത്തത് എവിടുന്ന്? അണ്ണ ഊരി കളഞ്ഞതാ പ്ലാസ്റ്റിക്. കണ്ടാ ആ ബൾബിൻ്റെ സെല്ലോ ടേപ്പ് അണ്ണ ഊരി അവിടെ, സെല്ലോ ടേപ്പില്ലല്ലേ മാസിൻ ടേപ്പ് എന്തോ ഇതിന് പറയുന്നത്, അത് ഊരി അവിടെ വെച്ചതാ. അപ്പോൾ ഉടനെ അത് വന്ന് കടിച്ചെടുത്തെല്ലാം കൂടെ. വയറ്റപ്പേക്കാളോ കുരുത്തക്കേട് കൂടുതൽ. നിനക്ക് എത്ര വയസ്സായെന്നറിയാവോ? കള്ളി, നിനക്ക് എത്ര വയസ്സായിടി?
കീക്കുനെ ഇന്നലെ വാക്സിൻ എടുക്കാൻ കൊണ്ടുപോയപ്പോഴേ അവിടെ ഒരു 2 പെങ്കൊച്ചുങ്ങൾ വന്നു, ഒരു ലാബിനെയും കൊണ്ട്. അപ്പോൾ അവർക്ക് കീക്കുനെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പറയാം നെയ്മർ സിനിമയിലെ നെയ്മർ ഡോഗിനെ പോലെ ഉണ്ടെന്ന്. ടെസ്റ്റർ വീണോ? സോറി, ഇപ്പോൾ എടുത്തുതരാം. എവിടെ വീണു? ടെസ്റ്റർ താഴെ വീണുപോയി അണ്ണൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ അണ്ണൻ അത് എടുത്തു കൊടുക്കാത്തതുകൊണ്ട് ദേഷ്യമായി. അങ്ങനെ ഞാൻ എടുത്തു കൊടുത്തു. വീഡിയോ പിടിച്ചുകൊണ്ടിരുന്ന് എൻ്റെ ഹെൽപ്പറായ ഞാൻ ഹെൽപ്പ് ചെയ്തില്ല എന്ന് പറഞ്ഞ അണ്ണ എൻ്റെ അടുത്ത് ദേഷിച്ചു. അപ്പോൾ ഞാൻ അതെടുത്ത് കൊടുക്കുക. ബൾബാണ് ഫിറ്റ് ചെയ്തിട്ടിരിക്കുന്നത്. അതുപോലെ മിക്ക മരങ്ങളിലും കൂട്ടിലും എല്ലാം ലൈറ്റ് ഫിറ്റ് ചെയ്തിട്ടുണ്ട്. വേണോ വേണോ? വിറ, അവരത് കിട്ടാൻ കാത്തിരുന്നു. വിറ, ആ തരത്തില്ല തരത്തില്ല തരത്തില്ല. വിറ, അവ പൊട്ടിച്ചെടുത്ത് കളയുന്നുണ്ട. ആ എൻ്റെ കൈ പിടിക്കാം. പോടാ പോടാ പോടാ. കടിക്കാനല്ലേ? പോടാ കറങ്ങ. നിങ്ങൾ ഞാൻ അവിടെ തറയിട്ട് തരാം. നിങ്ങളല്ലാത്തതുകൊണ്ട് നീ എൻ്റെ കൈ കയറി പിടിക്കുന്ന തറ വീണ്. കടിച്ചെടുത്ത് കളയാനാണ്, അല്ല തിന്നത്തൊന്നുമില്ല കേട്ടോ. അത് നമ്മളെ നിന്ന് മേടിച്ച് കഴിയുമ്പോൾ അവൻ എന്തോ ജയിച്ചു എന്നുള്ളതാണ് അവൻ്റെ വിചാരം. എടുത്തുകൊണ്ടേ കടിച്ചു കഴിയുന്നുണ്ട്. ആ പിന്നെ നമ്മൾ റാണമ്മക്ക് മതിൽ കെട്ടം ഭയങ്കര ആയത് കാരണം ഇവിടെയൊക്കെ ഹൈറ്റ് കുറവല്ലേ മതിലിന്. അപ്പോൾ റാണമ്മേനെ ഇവിടെ വിശ്വസിച്ച് നിർത്താകത്തില്ല. ലൈറ്റ് പോയി ഓണാകാനാ ആന്നില്ല. അപ്പോൾ റാണമ്മ താഴെ ഉണ്ട് കേട്ടോ. വേണ്ട റാണമ്മ അവിടെ താഴെ കിടപ്പുണ്ട്. അപ്പോൾ അണ്ണ അവിടെ ബൾബ് ഫിറ്റ് ചെയ്തു. എൻ്റെ അടുത്ത് പറഞ്ഞു പോയി താഴെ പോയി സ്വിച്ച് ഇട്ടിട്ട് വരാൻ പറഞ്ഞു. കത്തുന്നോന്ന് അറിയാനേ. അപ്പം ഞാൻ താഴെ പോവേണേ. താഴെ പോയി സ്വിച്ച് ഇട്ടിട്ട് വരാം. പച്ചക്കറി കൃഷി വീണ്ടും തുടങ്ങിയിട്ടുണ്ട്. പഴയതെല്ലാം എക്സ്പയറായി, എൻ്റെ കാലാവധിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുറേയൊക്കെ എടുത്ത് മാറ്റി പുതിയതൊക്കെ നട്ടു തുടങ്ങി. ഇനി കുറേ നടാൻ വീണ്ടും ബാക്കിയുണ്ട്. റാണമ്മേനെ ഒരു തരത്തിൽ അഴിച്ചുവിടാൻ പറ്റത്തില്ല, അവള് മതിലാട്ടം. ഞാനീ കെട്ടിയിട്ട് കേട്ടാ, നീളത്തിൽ കെട്ടിയിട്ടിരിക്കുക. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓടി വെക്കാം. നമ്മളിനി താഴെ വരുമ്പോൾ അവൾ അഴിച്ചു വിടും. നമ്മൾ വെള്ളോട്ട് കയറി പോയിട്ടാണ് ഇപ്പോൾ കെട്ടിയിട്ടത്. കൂട്ടിലിട്ട് അവൾ വേളം വയ്ക്കുന്നത്. അങ്ങനെ അവിടെ ഏണിയുടെ മണ്ടയിൽ നിൽക്കുക. ഞാൻ റാണിയുടെ അടുത്ത് തോന്നെ എന്നിട്ട് നിന്നാണെന്ന് ചിലപ്പോൾ ദേഷ്യം വരും. കാരണം ഏണിയുടെ മണ്ടയിൽ നിൽക്കുകയല്ലേ, എന്നെ സ്വിച്ച് ഇടാൻ വേണ്ടി താഴെ പറഞ്ഞു വിട്ടതാ. കത്തിയാ അടുത്ത ലൈറ്റ് ഫിറ്റ് ചെയ്യാൻ കയറിയിട്ടുണ്ട്. ഇതിങ്ങനെ വഴിയിൽ കയറി വരുമ്പോൾ ഇവിടെ വഴിയിൽ വെട്ടം കിട്ടാൻ വേണ്ടിയിട്ട് ഉള്ള ലൈറ്റാണ്. ഒരുത്തൻ ചാമ്പലി കിടക്കാൻ വേണ്ടിയിട്ട് തീ ഇട്ടേൻ്റെ അതിനകത്ത് നിന്ന് കയറുന്നു. ജാക്കി അവിടെ തീ ഇട്ടിരിക്കുകയാണ്. ഇങ്ങോട്ട് മാറിയില്ല, പുക വരുന്നുണ്ട. അവനറിയാം അവൻ കയറി കിടക്കൂല. കിടക്കാൻ പറ്റിയ വല്ല ചാമ്പലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ഇവർക്ക് ഇങ്ങനെ ചാമ്പലിട്ട് ഇടുന്നത് നല്ലതാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അവരതിൽ കിടന്ന് ഉരുളുമ്പോഴേ അവർക്ക് ഈ ചെള്ളിൻ്റെ ശല്യം മാറും. പിന്നെ രോമം കൊഴിച്ചിൽ അങ്ങനെയുള്ളതിനൊക്കെ ചാമ്പൽ ബെസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇവിടെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചവറൊക്കെ ഇട്ട്, ചവറെന്ന് പറഞ്ഞാൽ കുറച്ച് കരിയിലയും കുറച്ച് പഴയ എന്തെങ്കിലും സാധനങ്ങൾ, പ്ലാസ്റ്റിക് ഒന്നും കത്തിക്കത്തില്ല കേട്ടോ. ഇതുപോലെ എന്തെങ്കിലും ഇച്ചിരി ചാമ്പലിടുമ്പോഴത്തേക്ക് ഡാ തീയുടെ ഇടയ്ക്കൂടെ കയറി കിടക്കുന്നത്. ജാക്കി ഇപ്പൊ നോക്കിക്കോ, ചൂട് അറിയാൻ വയ്യടാ പൊന്നെ. പോതെ പൊക്കി നോക്കിയേ, ആ ചാമ്പലി കിടക്കാൻ വന്നത് അസുഖം പറ്റി. ഇപ്പം 4ാമത്തെ പ്രാവശ്യമാണ് ഞാൻ ഈ കയറി ഇറങ്ങുന്നത് സ്വിച്ച് ഇടാൻ വേണ്ടിയിട്ട്. അണ്ണ അവിടെ നിന്ന് ബൾബ് ശരിയാകും, ഞാൻ സ്വിച്ച് ഇടാൻ വേണ്ടി ഇറങ്ങണം, മേളിൽ കയറി പോകണം. താഴെ വരണം, മേളിൽ പോകണം. ഇല്ല റാണി, മതിലി ചാട്ടം കൂടിയിട്ടല്ലേ ഇങ്ങനെയൊക്കെ ഇട്ട് ആയത്. ഇപ്പം തുറന്നുവിടേ, ഇപ്പം അയച്ചുവിടാം. ഒരു 10 മിനിറ്റ് കൂടെ പണിയുണ്ട്, അത് കഴിഞ്ഞ് അയച്ചുവിടാം കേട്ടോ. അങ്ങനെ നേരം എന്താ സന്ധ്യയായി തുടങ്ങി, വെട്ടമൊക്കെ മങ്ങി തുടങ്ങി. നമ്മളുടെ ജോലി ഏകദേശം ക്ലിയറായി ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഇവരെയൊക്കെ അങ്ങ് താഴോട്ട് മാറ്റിയിട്ട് മറ്റേ 2 പെൺകുട്ടികൾ കൂട്ടി കിടക്കുന്നില്ലേ, തുമ്പിയും ജാനും, അവരെ ഞങ്ങളിനി തുറന്നു വിടും. ഇനി അവരെ രാത്രിയിലൊരു 9-10 മണി വരെ തുറന്നു വിട്ടിരിക്കും. ഇപ്പോൾ സമയം 6 മണിയാണ്. അങ്ങനെ ഓരോ സെക്ഷനായിട്ടാണ് ആൾക്കാരെ തുറന്നു വിടുന്നത്, കൂട്ടിലാക്കുന്നതൊക്കെ. ഈ പെണ്ണിനെ നന്നാക്കാൻ ഒരു മാർഗ്ഗമില്ല. അതിന് മരുന്ന് മേടിച്ചു കൊടുത്തു നോക്കി, എല്ലാം ചെയ്തു നോക്കി. ഇതിനെ എങ്ങനെ നന്നാക്കി എടുക്കുമെന്ന് അറിയാൻ വയ്യ. ആഹാരം കഴിക്കത്തില്ല, മെയിൻ അത്. അവൾക്ക് ഇഷ്ടമുള്ള ഭക്ഷണമാണെങ്കിൽ മാത്രം അവൾ കഴിക്കും, അല്ലെങ്കിൽ കഴിക്കത്തില്ല. ഇവിടെ വേറെ ഏതാണ്ട് നമ്മളെ പൈപ്പിൻ്റെ വാൾവൊക്കെ കാണിച്ചു തരാം. അയ്യോ അണ്ണാ, താറാവിൻ്റെ വെള്ളം മാറ്റിയില്ല, അഴുക്കായി. അടുത്ത ഡ്യൂട്ടി അണ്ണന് അതാണ്, താറാവിൻ്റെ വെള്ളം മാറ്റണം. സൺഡേ എല്ലാവർക്കും
റെസ്റ്റ് ഡേ ആണ്. പക്ഷേ ഞങ്ങൾക്ക് അന്ന് 3 ഇരട്ടി 4 ഇരട്ടി പണിയാണ് അല്ലേ അണ്ണ? 3 ഇത് കണ്ട ഇതെന്താണെന്നറിയാമോ സംഭവം? നമ്മളിതാ ഇവിടെ പൈപ്പുണ്ട് വെള്ളം പിടിക്കാൻ. ആ പൈപ്പിൽ ഈ പിടി വെച്ചിരിക്കുന്നുണ്ട്. അതായത് ആ മഞ്ഞപ്പിടി, അതിപ്പോൾ പുതിയത് ഇന്നിപ്പോൾ മേടിച്ച് വെച്ചതാണ്. അത് പഴയതാണ് ഇതായി ഇരിക്കുന്നത്. അതെന്താ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് മാറ്റിയ കാരണം ഇതിൻ്റെ ഈ ഇവിടെ ഇങ്ങനെ പിടിയുണ്ടായിരുന്നു ഇവിടെ, അത് അവന്മാർ കടിച്ച് പൊട്ടിച്ച് നാശമാക്കി കളഞ്ഞു. അപ്പോൾ ഇപ്പം നമ്മൾ പുതിയത് മേടിച്ചിട്ട് ആ പുതിയതാണ് ആണ്ടിരിക്കുന്നത്. ഇതിൻ്റെതായ ഈ ഭാഗമാണ് അവർ കട്ട് ചെയ്യുന്നത്, പ്ലാസ്റ്റിക് ആയതുകൊണ്ടേ. ഇനിയിപ്പോൾ ഇതിനെന്തെങ്കിലും ഒരു കവറിങ് അലുമിനിയത്തിൻ്റെ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ ഇതും കട്ട് ചെയ്യും. അങ്ങനെ ഓരോ പണികളാണ് അവർ നമുക്ക് തരുന്നത്. അവർ പണി തരുന്നത് മെയിനായിട്ട് തുമ്പി പിന്നെ ചക്കി ഒക്കെയാണ് പണി മെയിനായിട്ട് തരുന്നത്. അതുകൊണ്ട് സന്ധ്യയായി തുടങ്ങി, കൂട്ടിലൊക്കെ ഇരുട്ടായി തുടങ്ങി. ഉണ്ട് കരിയിൽ നമ്മൾ ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നതെല്ലാം തൂത്ത് കൂട്ടിയിട്ട് ഇതുപോലെ അവിടെ ആ മൂലയിലെല്ലാം കൂടെ കൊണ്ടിട്ടിരിക്കും. അതവിടെ കിടന്ന് ഉണങ്ങി ദ്രവിച്ച് ഉണങ്ങി വളമായിട്ട് മാറും. ഇടയ്ക്ക് ചാമ്പലിൻ്റെ കാര്യം പറയുന്നത്, ചാമ്പൽ ഇങ്ങനെ തീയിട്ടേ അവർക്ക് ഇട്ട് കൊടുക്കുക. സൗകര്യമുള്ളവർ ഇങ്ങനെ ചാമ്പലിൻ്റെ സൗകര്യമൊക്കെ ഒരുക്കി കൊടുത്താൽ ഡോഗ്സിന് അത് ഏറ്റവും നല്ലതാണ് കേട്ടോ. അവർ സ്കിന്നിൻ്റെ എനിക്ക് തോന്നുന്നു ഒരു പരിധി വരെ ഒരുപാട് പ്രശ്നങ്ങൾ മാറാൻ ഇത് സഹായിക്കുന്നുണ്ട്. അവരിതിൽ വന്ന് കിടക്കുമ്പോൾ അവർക്കത് നല്ല സ്കിന്നിൽ ഒരുവിധമുള്ള ഇൻഫെക്ഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടാകത്തില്ല. ഇതിപ്പോൾ ചൂടാണ്, നേരം വിളിക്കുമ്പോഴത്തേക്ക് അതങ്ങ് തണുത്തോളും. പിന്നെ അവർ ഇതിനകത്താണ് വന്ന് കിടക്കുന്നത്. കുറച്ച് ചവറ് കത്തിക്കാനും ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാരണം എൻ്റെ താക്കുപ്പാപ്പായ്ക്ക് ചൊറിയാനായിട്ട് ഇനി വാ, എവിടെ പോണേ ചോദിക്കട്ടെ, വാ പോവാണോ, പിണങ്ങി പോവാണോ ടാക്കു പീപ്പി? അണ്ട ജാനു വന്നു. ഇനിയിപ്പം ടാക്കു പുറക്കെ വരുവേ. ജാനു തുമ്പിയുടെ നിന്ന് കടിയെല്ലാം വാങ്ങിച്ച് കൂട്ടിയിട്ടിരിക്കുകയാണ് ജാനിപ്പെണ്ണ്. എൻ്റെ ടിമ്പുവാവ വന്നു, ടിമ്പുവാവ ഇമ്മി വാവ. അതിനി മതി, അവിടെ അത്ര ഇട്ടാൽ മതി. ചവറവിടെ അത്രയും മതിയുണ്ടോ? ബാക്കി മറ്റെടുത്തിട്ട് വരാം, അവിടെ കിടന്ന് ഉണങ്ങട്ടെ. പിന്നെ നമ്മളെ മണിക്കുട്ടാപ്പിയൊക്കെ രണ്ടുപേരും കൂടെ ഒരു പെങ്കൊച്ചിനെ ചെയ്യുന്ന പണി നോക്കി. മണിക്കുട്ടി ഉറങ്ങാൻ കിടന്നാലേ ഭൂമി കുലുങ്ങിയാൽ പോലും അറിയത്തില്ല, അത്രയ്ക്ക് ഉറങ്ങാം അവള്. ഭയങ്കര ഉറങ്ങാം. ഉറങ്ങാൻ കഴിഞ്ഞാൽ കഴുത്തി പിടിച്ചിരിക്കുക. അവിടെ പെമ്പിള്ളേർ കൂട്ടി കിടന്ന് വെള്ളം വെക്കുന്നു, 2 എണ്ണം തുറന്നു വിടാനാ. ഇവന്മാരെ അങ്ങോട്ട് താഴോട്ട് മാറ്റിയെങ്കിൽ അവരെ തുറന്നു വിടാൻ പറ്റും. അങ്ങ് തുറന്നു വിടണ്ട, ഇവരെ താഴെ കൊണ്ടുപോകാം. അപ്പോൾ ഇന്നത്തെ പണി നമുക്ക് അവസാനിപ്പിക്കാം. മതി അവിടെ ഇനി ചവറിടും, അവനെ ഇടണ്ട. മറ്റേ അങ്ങോട്ട് ഇട്ടാൽ മതി. ആ കോഴിയൊക്കെ നീക്കുന്ന അവിടെ കൂട്ടിയിട്ടാൽ മതി. ജോലി ചെയ്ത് എണ്ണം തളർന്നു. അത് വെട്ടണ്ട ഷെടാ. പച്ചയില വെട്ടാതാ. അത് അവിടെ ചവറിലിട്ടേരാ, അവിടെ വെട്ടി കഷ്ണമാക്കി ഇടാം. അവിടെ ഒക്കെ ഉണങ്ങി ദ്രവിച്ച് വളമായി മാറും. കോഴികളെല്ലാം പോയി കൂട്ടി കയറ്, ഓടിപ്പോയി കൂട്ടി കയറ്. അവിടെ എല്ലാം പൂവനെ കണ്ടാ പേട കോഴിയുടെ ഉപദ്രവം. ജിമ്മി ഒന്നും ചെയ്യണ്ട, അവര് മുമ്പിലായിക്കോളും. ഇനി വാ ജിമ്മി, ഇനി വാ. അവരവിടെ ബഹളം വെച്ചപ്പോഴത്തേക്ക് ഇപ്പോൾ ഓടിപ്പോയി നോക്കും കേട്ടോ, എന്തെങ്കിലും ആപത്തുണ്ടോയെന്ന് അറിയാൻ വേണ്ടി. അണ്ണാ നോക്കി അവിടെ കോഴി താറാവിനെ ശല്യം, താറാവ് കോഴിയെ ശല്യം. ജിമ്മി നോക്കട്ടെ, ജിമ്മി ഇനി വാ. നീ ചെന്നാൽ അവിടെ പ്രശ്നം വഷളാവും. മാറ, നമ്മൾ പോയി നോക്കാം. മാറ്, എല്ലാവരും കൂടെ കൂട്ടി കയറരുത്. ഞാൻ പോയി ലൈറ്റ് ഇട്ടിട്ട്. നിമ്മി കയറിയിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ കേട്ടോ. വേണ്ട അവ അവിടെ കയറിയത് നമ്മളതിൻ്റെ അടുത്ത്, നമ്മളെ അടുത്ത് ഇങ്ങനെ വന്ന് നിൽക്കും. സ്നേഹമാണ്, സ്നേഹം. അവനെ നമ്മളെപ്പോഴും അവൻ്റെ അടുത്ത് വന്നിരിക്കണം, അവനെ തടവി കൊണ്ടിരിക്കണം, അവനെ സ്നേഹിക്കണം. അണ്ണ ഇനി അങ്ങോട്ട് മാറി അവൻ കൈ പിടിക്കുന്നതാണ്. വാ തടവന്ന്. പറ്റത്തില്ല, മതിയാവത്തില്ല എത്ര തടവിയല്ലോ. മതി മതി, ജോലി ഉണ്ടാകുന്നത്.
വിളിക്കുന്നു വീണ്ടും. അയ്യോ പോയി പോന്നു. ചെല്ല് പുറകെ ചെല്ല്, ഓടിച്ചെല്ല്. തീയൊക്കെ ആളി കത്തുന്നു. അണ്ണാ ഇത് കത്തി തീരുന്നവരെ നോക്കിക്കോണേ. ഞാൻ താഴെ പോയി സ്വിച്ചൊക്കെ ഇട്ടിട്ടിട്ട് ഇവിടെ കോഴിക്കൂട്ടില പട്ടിക്കൂട്ടില ഇവിടെ മാവിലേക്ക് സ്വിച്ച് ഇടാൻ സമയമായി. തീ ആളി കത്തുന്നുണ്ട്. നേരം വെളുക്കുമ്പോഴത്തേ നല്ല തണുത്ത് നല്ല ചാമ്പലായി കിടക്കും. അപ്പോൾ എൻ്റെ ടാഗോ പാപ്പായ്ക്ക് അവർക്കൊക്കെ കിടന്ന് ഉരുളാനുള്ള ചാമ്പലായി. ഞാനും ഇപ്പം അണ്ണൻ ചെയ്തുകൊണ്ടിരിക്കുന്ന പണി എന്താണെന്ന് അറിയാമോ? ഇത് ഇവന്മാർ നമുക്ക് തന്ന ഒരു 8-ൻ്റെ പണിയാണ്. ചരലെല്ലാം കൂടെ വാരി എണ്ണം കുട്ടയ്ക്കകത്താക്കി കൊണ്ടുപോകുന്ന എവിടോട്ടാന്ന് കാണിച്ചു തരാം. അതുകൊണ്ട് ഇവരെ ഇവിടെ സൈഡിലുള്ള മണ്ണെല്ലാം നീക്കിക്കളയും. അപ്പം അതിൻ്റെ അടിസ്ഥാനമൊക്കെ വെളിയിൽ കാണും. അന്നേരം ഇപ്പോൾ ചരൽ കൊണ്ടുവന്ന് നിരത്തി അങ്ങിട്ട് നിരത്തി ഇടുമ്പോഴത്തേക്ക് ഇനിയിപ്പോൾ അവർക്കത് മാന്താൻ പറ്റത്തില്ല. രാത്രി ആയി കഴിഞ്ഞാൽ കൂടിൻ്റെ ഇതുണ്ടോ വെട്ടം ഇങ്ങനെയാണ്. കോഴിക്കൂട്ടിലും പട്ടിക്കൂട്ടിലും എല്ലാം നല്ല ലൈറ്റാണ്. ഇവിടെ പരിസരത്തെല്ലാം ലൈറ്റാണ്. കണ്ടോ, അതിലെല്ലാം ലൈറ്റാണ്. ഒരു ബൾബ് ശരിയായില്ലായിരുന്നു. അങ്ങനെ അണ്ണ അതും കൂടെ കയറി ശരിയാക്കി. അതും ഇപ്പം കത്തിയിട്ടുണ്ട്. അപ്പം നൈറ്റ് നമ്മളയ്യ മൊത്തം വെട്ടമാണ്. എന്ന് വെച്ചാൽ എപ്പോഴും ഇട്ടിരിക്കത്തില്ല. കറണ്ട് ചാർജ് കൂടെ നോക്കണ്ടേ. കൂട്ടി കയറാൻ സമയമായില്ലേ? സന്ധ്യ ആയതുകൊണ്ടാ. പോയി കൂട്ടി കയറണ്ട. അതാ ഇവിടെ ഒരുത്തി ഇവിടെ കറയി ഇവിടെ ഇതേ കൂട്ടി കയറപ്പോ. ഓടിപ്പോയി കയറ. സന്ധ്യയായിട്ട് പെമ്പിള്ളേർ അഹങ്കാരികളാണ്. വീട്ടിൽ കയറണമെന്ന് അറിഞ്ഞൂടാ. സന്ധിവേദന എല്ലാവർക്കും, മുട്ടുവേദന വയസ്സായുണ്ട്. കയറി കയറി. ഫുഡൊക്കെ ഇപ്പോൾ കൊണ്ടുതരും. എല്ലാവരും കയറിയാ? ജിമ്മി എവിടെയല്ലേ? ജിമ്മി എവിടെ പോന്നു? എന്താണ് തുറന്നുവിടാൻ ഇവ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവനെ താഴെ കൊണ്ടുപോകാതെ നിന്നെ തുറക്കാക്കത്തില്ല. പിന്നെ ഇപ്പം താഴെ കൊണ്ടുപോകാം. അപ്പം തുറക്കേ. അപ്പോൾ അങ്ങനെ നേരെ ഇരുട്ടി. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ബായ്.